ഹലോ എവരിവൺ, എന്റെ പേര് അനിബ മാത്യു. ഞാൻ ലേൺവൈസിലെ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ഫാക്കൽറ്റിയാണ്. BA ഓണേഴ്സ് എക്കണോമിക്സ് ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് എന്നൊരു പേപ്പർ പഠിക്കാനുണ്ട്. അതായത് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള മാത്സിന്റെ പേപ്പറിന്റെ കണ്ടിന്യൂഷൻ ആണ് നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്നത്. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്, അതായത് BECC 102 എന്ന പേപ്പറിനകത്ത് എത്ര ബ്ലോക്സ് ഉണ്ടെന്നും ഓരോ ബ്ലോക്സിനകത്ത് എത്ര യൂണിറ്റ്സ് ഉണ്ടെന്നും എന്തിനാ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് നിങ്ങൾ ഒരു BA ഓണേഴ്സ് എക്കണോമിക്സ് എന്ന കോഴ്സ് പഠിക്കുമ്പോൾ പഠിക്കുന്നതെന്നും അതിന്റെ ഇമ്പോർട്ടൻസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്നത്തെ ക്ലാസ്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള BECC 104 മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഫോർ എക്കണോമിക്സ് 2 എന്ന പേപ്പറിനകത്ത് എത്ര ബ്ലോക്സ് ഉണ്ടെന്നും ഓരോ ബ്ലോക്സിനകത്ത് എത്ര യൂണിറ്റ്സ് ഉണ്ടെന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിലെ പേപ്പർ, മാത്സിന്റെ പേപ്പർ നിങ്ങൾ നല്ല ബേസ് ഇട്ട് നന്നായിട്ട് പഠിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് കുറച്ച് എഫോർട്ട് എടുത്താൽ മതി. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ നല്ല എഫോർട്ട് ഇട്ട് പഠിക്കുകയാണെങ്കിൽ സെക്കൻഡ് സെമസ്റ്ററിൽ സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് എഴുതിയൊന്നും എക്സാമിന് കഷ്ടപ്പെടണ്ട. നമുക്ക് സ്റ്റെപ്സ് അറിയാം. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പം അത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കാനും മാർക്ക് സ്കോർ ചെയ്യാനും ഏറ്റവും എളുപ്പമാണ്. ഒരു 90 അബോവ് മാർക്ക് നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു പേപ്പറാണ്. അപ്പൊ നമുക്ക് ഈ ഒരു സെക്കൻഡ് സെമസ്റ്ററിലെ പേപ്പറിനകത്ത് ഓരോ ബ്ലോക്കിനകത്തും എത്ര യൂണിറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ബ്ലോക്ക് ആണ് ഫംഗ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ്. ഈ ബ്ലോക്കിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള ഫംഗ്ഷൻസ് ഓഫ് വൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന ഒരു ബ്ലോക്കുമായിട്ട് സാമ്യം തോന്നും അല്ലെ. അവിടെ നമ്മൾ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ വെച്ചിട്ടാണ് പഠിച്ചത്. അതായത് ഒരു ഡിപെൻഡന്റ് വേരിയബിൾ ആയ, ഫോർ എക്സാമ്പിൾ ഒരു ഡിപെൻഡന്റ് വേരിയബിൾ വൈ, ആ വൈയുടെ വാല്യൂ നമ്മൾ എക്സ് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എക്സ് എന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ സഹായത്തോടുകൂടി നമുക്ക് വൈനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ വൈ എന്ന് പറയുന്നത് നമ്മുടെ കൺസംഷൻ ആയിരിക്കും. കൺസംഷൻ എങ്ങനെ എക്സ് ഇൻകം വെച്ചിരിക്കും, നമ്മൾ ഇൻകം വെച്ച് നമ്മൾ എങ്ങനെ കൺസംഷനെ കണ്ടുപിടിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പം ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്. ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്. അപ്പം വൈ എന്ന ഡിപെൻഡന്റ് വേരിയബിൾ എങ്ങനെ നമുക്ക് എക്സിലൂടെയും ഇസഡിലൂടെയും കണ്ടുപിടിക്കാം. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് എക്സും ഇസഡും, ഏത് വേരിയബിൾ വേണമെങ്കിലും ആകാം. അപ്പൊ അവിടെ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നൊരു കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. അതായത് മൾട്ടിവേരിയഡ് കാൽക്കുലസ് 1 എന്ന ഫസ്റ്റ് യൂണിറ്റിനകത്ത് നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ പ്രാധാന്യം അവിടെയാണ് വരുന്നത്. കാരണം അവിടെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാത്രമല്ല ഉള്ളത്, ഒന്നിൽ കൂടുതലുണ്ട്. അപ്പൊ നമുക്ക് സാധാരണ പോലെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് നമുക്ക് പഠിക്കാനുണ്ട്. പാർഷ്യൽ ഡെറിവേറ്റീവ് പഠിക്കുന്നതൊപ്പം തന്നെ നമുക്ക് ടോട്ടൽ ഡെറിവേറ്റീവ്, അങ്ങനെ കുറെ കോൺസെപ്റ്റ്സ് പഠിക്കാനുണ്ട്. യൂണിറ്റ് 2 മൾട്ടിവേരിയഡ് കാൽക്കുലസ് 2, അതിനകത്ത് നമുക്ക് ഈ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും. അതിനകത്ത് നമുക്ക് എങ്ങനെ എക്കണോമിക്സിൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാം, എക്കണോമിക്സിനകത്ത് ഓരോ കോൺസെപ്റ്റ്സിനകത്ത് നമുക്ക് എങ്ങനെ ഈ മൾട്ടിവേരിയഡ് കാൽക്കുലസ് അപ്ലൈ ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കാം എന്നാണ് നമ്മൾ യൂണിറ്റ് 2 പഠിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബ്ലോക്കിലോട്ട് പോകാം. യൂണിറ്റ് 2, ബ്ലോക്ക് 2 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഈ ഒരു ബ്ലോക്കിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ച ഒരു ബ്ലോക്കുമായിട്ട് സാമ്യമുണ്ട്. ഡിഫറൻസ് ഇക്വേഷൻസ് അല്ലെ. ഡിഫറൻസ് ഇക്വേഷൻസ് നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് ഇക്വേഷൻസിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഒരു ഡിപെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂ ലാഗ്ഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ നമ്മൾ അവിടെ പഠിച്ചത്. അപ്പം ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ബന്ധപ്പെട്ട സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു ഡൈനാമിക് കേസിലാണ് അത് അപ്ലൈ ചെയ്തിട്ട് ഉണ്ടായിരുന്നത്. ഡിഫറൻസ് ഇക്വേഷന്റെ കേസിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡൈനാമിക് കേസിലാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അതോടൊപ്പം നമുക്ക് ഇതിനകത്ത് ഈ 2 യൂണിറ്റ്സിനകത്ത് നമ്മൾ പഠിക്കുന്നത് എങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ കണ്ടുപിടിക്കാം, ഡിഗ്രി കണ്ടുപിടിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് തേർഡ് ബ്ലോക്കിലോട്ട് പോകാം, ലീനിയർ അൾജിബ്ര. നമുക്ക് ലീനിയർ അൾജിബ്രയ്ക്കകത്ത് പഠിക്കാനുള്ളത് 3 യൂണിറ്റ്സ് ആണ്. യൂണിറ്റ് 5 വെക്ടേഴ്സ് ആൻഡ് വെക്ടർ സ്പേസസ്. അതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്, നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ സെറ്റ്സ് എന്നൊരു പേപ്പർ ഉണ്ടായിരുന്നല്ലേ, അതിനകത്ത് നമ്മൾ കേർലി ബ്രാക്കറ്റ്സിനകത്ത് എലമെന്റ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷെ ആ എലമെന്റ്സ് എങ്ങനെയായിരുന്നു, അത് ഒരു ഓർഡർ അവിടെ പ്രാധാന്യമില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ABC എന്ന് എഴുതിയാലും കുഴപ്പമില്ല, BCA, അതൊന്നും നമുക്ക് അവിടെ ഓർഡറിന് പ്രാധാന്യം ഇല്ലായിരുന്നു സെറ്റ്സ് എഴുതുമ്പോൾ. പക്ഷെ നമ്മുടെ വെക്ടറിന്റെ കേസ് വന്നു കഴിയുമ്പോൾ നമ്മുടെ വെക്ടർ എപ്പോഴും ഒരു സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്തായിരിക്കും എഴുതുക, പക്ഷെ അവിടെ ഓർഡറിന് പ്രാധാന്യമുണ്ട്. അതാണ് നമ്മുടെ ഒരു വ്യത്യാസം വരുന്നത്. ഇതുപോലെ വെക്ടറിനകത്തായാലും നമുക്ക് വെക്ടേഴ്സിന്റെ അഡീഷൻ ഉണ്ട്, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് വെക്ടേഴ്സിനകത്ത് പഠിക്കാനുണ്ട്.
ഇനി മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിലോട്ട് വരുമ്പം മെട്രിക്സസ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ മെട്രിക്സിന്റെ പ്രത്യേകത അതിനകത്ത് റോസും കോളംസും വരും. പിന്നെ ഡിറ്റർമിനൻസ് എന്ന് പറയുമ്പോൾ സ്ക്വയർ മെട്രിക്സ് മാത്രം നമുക്ക് ഡിറ്റർമിനന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതിനും അഡീഷൻ ഉണ്ട്, സബ്സ്ട്രാക്ഷൻ ഉണ്ട്, അങ്ങനെ കുറെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പം മെട്രിക്സ് ആയിക്കോട്ടെ ഡിറ്റർമിനൻസ് ആയിക്കോട്ടെ നമുക്ക് അതിന്റെ അഡീഷനും സബ്സ്ട്രാക്ഷനും പ്രോപ്പർട്ടീസും ഒക്കെ കണ്ടുപിടിക്കാനായിട്ടുണ്ട്. പിന്നെ നമുക്ക് യൂണിറ്റ് 7 ആയിട്ട് വരുന്നതാണ് ലീനിയർ എക്കണോമിക് മോഡൽസ്. അതായത് ലീനിയർ എക്കണോമിക് മോഡൽസിനകത്ത് നമുക്ക് ആപ്ലിക്കേഷൻ ആണ്. അതായത് യൂണിറ്റ് 5ഉം 6നകത്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ ഇങ്ങനെ എക്കണോമിക്സിൽ അപ്ലൈ ചെയ്യാം. അതായത് ഒരു ലീനിയർ സൈമൾട്ടേനിയസ് ഇക്വേഷനകത്തുള്ള വേരിയബിൾസിന്റെ വാല്യൂ എങ്ങനെ നമുക്ക് മെട്രിക്സ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം, അത് നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യമാണ്. അതുപോലെ മാർക്കറ്റ് ഡിമാൻഡ്, സപ്ലൈ, ഇൻപുട്ട്, ഔട്ട്പുട്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു യൂണിറ്റ് വഴി നമുക്ക് പഠിക്കാനുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ബ്ലോക്കിലോട്ട് പോകാം. നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക് ആണ് മൾട്ടി വേരിയഡ് ഒപ്റ്റിമൈസേഷൻ. ഈ ഒരു ബ്ലോക്കിന്റെ പേര് എഴുതുമ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന സിംഗിൾ വേരിയബിൾ ഒപ്റ്റിമൈസേഷൻ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതുമായിട്ട് ഒരു സാമ്യമുള്ള അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ് മൾട്ടി വേരിയഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞത്. ഇവിടെ നമുക്ക് യൂണിറ്റ് 8 ആയിട്ട് വരുന്നത് അൺകൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ ആണ്. യൂണിറ്റ് 9 വരുന്നത് കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ ആണ് എക്കണോമിക്സിനകത്ത് കൂടുതലും ആപ്ലിക്കേഷൻ വരുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഒരു കടയിൽ പോയി നമ്മൾ ഒരു സാധനം മേടിക്കാൻ വിചാരിക്കാം. അവിടെ നമുക്കൊരു കൺസ്ട്രെയിൻ ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള പൈസ നമുക്ക് ആ ഒരു പൈസ അത് വെച്ചിട്ടാണ് നമുക്ക് കടയിലെ സാധനം നമുക്ക് മേടിക്കാൻ പറ്റുന്നത്. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും, അത് മേടിക്കണം ഇത് മേടിക്കണം എന്നൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റ് ഉപയോഗിച്ച് മാത്രമാണ് നമുക്ക് കടയിൽ നിന്ന് സാധനം മേടിക്കാൻ പറ്റുള്ളൂ. അപ്പം അവിടെ കൺസ്ട്രെയിൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ കയ്യിലുള്ള പൈസയാണ് അല്ലെ. അതാണ്. അപ്പൊ കൺസ്ട്രെയിൻഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് ആയിട്ടുള്ള മണി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എന്ന രീതിക്ക് നമുക്ക് കടയിൽ സാധനം മേടിക്കാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ നമുക്ക് കൺസ്ട്രെയിൻസ് എങ്ങനെയായാലും വരും. കൺസ്ട്രെയിൻസ് ഇല്ലാതെ വരത്തില്ല. ഒരു പ്രൊഡ്യൂസറിന്റെ കേസ് വരുവാണെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന് എങ്ങനെ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും? അയാൾക്ക് ഉള്ള റിസോഴ്സസ് എങ്ങനെയായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും അല്ലെ. അയാൾ ഉപയോഗിക്കുന്ന ഇൻപുട്ടായ ലേബേഴ്സ് അത് ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഉള്ള ലേബറിനെ ഉപയോഗിച്ച് എങ്ങനെ അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് മാക്സിമം ഏൺ ചെയ്യാം. ഇതൊക്കെയാണ് ഒപ്റ്റിമൈസ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്കുള്ള കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ നമുക്കുള്ള അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെ നമുക്ക് മാക്സിമം റിസൾട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ യൂണിറ്റ് 10 പഠിക്കാനുള്ള ഡ്യുവാലിറ്റി എന്ന കോൺസെപ്റ്റ് ആണ് യൂണിറ്റ് 10 നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് നമുക്ക് എൻവിലപ്പ് തിയറം, പിന്നെ റോയ്സ് ഐഡന്റിറ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ അതിന്റെയൊക്കെ എക്കണോമിക്സിനകത്തുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഫസ്റ്റ് സെമസ്റ്ററിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് യൂണിറ്റ്സിന്റെ എണ്ണം കുറവാണ്. ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് 6 ബ്ലോക്കിലായിട്ട് 16 യൂണിറ്റ്സ് പഠിക്കാനുണ്ടായിരുന്നു അല്ലെ. പക്ഷെ സെക്കൻഡ് സെമസ്റ്റർ നമുക്ക് 4 ബ്ലോക്കിലായിട്ട് 10 യൂണിറ്റ്സേ ഉള്ളൂ. പക്ഷെ ഓരോ യൂണിറ്റ്സിനകത്ത് നമുക്ക് പഠിക്കാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് സെമസ്റ്ററിലെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 4 ബ്ലോക്സ് നമുക്ക് സുഖമായിട്ട് പഠിക്കാനേ ഉള്ളൂ. അപ്പൊ നമുക്കിനി ഓരോ യൂണിറ്റ്സിന്റെയും ക്ലാസ്സിലൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സും നമുക്ക് നന്നായിട്ട് തന്നെ പഠിക്കാം. നമുക്ക് ഈ ഓരോ ഫസ്റ്റ് യൂണിറ്റിന്റെ ക്ലാസ്സിൽ നമുക്ക് കാണാവുന്നതാണ്.